ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലോകത്തെമ്പാടുള്ള എല്ലാ മലയാളീസിനും ഞാൻ അഡ്വാൻസ് ഓണം വിഷസ് പറയുകയാണ്. കാരണം ഇനി ഓണത്തിന് ജസ്റ്റ് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിലെ പേഴ്സണൽ DMs ആയിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജസ് ആയിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ക്ലയൻസും ഒക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഓണത്തിനുള്ള ഡയറ്റ് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഈ വരുന്ന ഈ ഇയേഴ്സിലൊക്കെ തന്നെ നമ്മൾ ഓണത്തിന് മുന്നേ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡയറ്റ് നോക്കേണ്ടത്, എന്തൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പല വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇത്തവണ ഞാനൊരു ഓണം ഡയറ്റ് പ്ലാനുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഡയറ്റ് പ്ലാൻ എന്ന് കേൾക്കുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നത് അയ്യോ ഓണത്തിന് എന്ത് ഡയറ്റ് പ്ലാനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവല്ലേ എന്ന്. പക്ഷെ ഈ സെലിബ്രേഷനിനിടയിലും ഒരുപാട് പേര് കൺസേൺഡ് ആയിരിക്കും എന്റെ വെയിറ്റ് റീഗെയിൻ ആവുക. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ 21 ഡേയ്സ് ചാലഞ്ച് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ. 3 കിലോ 4 കിലോ ഒക്കെ കുറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ തന്നെ ഒരു ടെൻഷൻ ആയിരിക്കും, ഈ ഞാനിപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ റീഗെയിൻ ആവോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള വെയിറ്റ് ഇനി കൂടാതെ എങ്ങനെയാണ് ഈ ഒരു ഓണം കടന്നു പോവാന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം ഞാനും ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നുപോയ ഒരാളാണ്. അപ്പൊ എനിക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ കൺസേൺഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങളൊരു ഡയറ്റിലാണെന്ന് പോലും എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അതേസമയം 1 കിലോ വെയിറ്റ് പോലും നിങ്ങൾ ഗെയിൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഈ ഡയറ്റ് പ്ലാനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളും പ്രത്യേകിച്ച് സദ്യ, പായസം അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള കറണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഓണം കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് എങ്ങനെയാണ് പോസിബിൾ ആവാന്ന് എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു വീഡിയോ ടീനേജേഴ്സിനും അതുപോലെ തന്നെ വർക്കിംഗ് ലേഡീസിനും വീട്ടമ്മമാർക്കും എല്ലാവർക്കും ഉള്ള വീഡിയോ ആണ്. ഒരു പോയിന്റ് പോലും മിസ് ഔട്ട് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാം. ഓണക്കാലത്ത് ഈ ഒരു ഡയറ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇനി അധികം സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഓണം ഡയറ്റ് എന്ന് പറഞ്ഞാൽ 4 ദിവസത്തെ ഒരു ഡയറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ്. അതായത് വരുന്ന 14th നമ്മൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത്. 14th, 15th, 16th, 17th അങ്ങനെ 4 ദിവസത്തെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഉത്രാടവും തിരുവോണവും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും. ഈ ഒരു പ്ലാനിലോട്ട് കടക്കുന്നതിന് മുമ്പ് പ്ലാൻ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നില്ല. ഈ ഒരു പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഡയറ്റിലോട്ട് നമ്മൾ കിടക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മളുടെ മീൽസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സദ്യ കഴിക്കും ഓണത്തിന്, അത് നമുക്കറിയാം. എന്തായാലും പിന്നെ ഒന്നാമത്തെ ഓണം ഉത്രാടം ദിവസവും തിരുവോണം ദിവസവും നമ്മൾ എല്ലാവരും സദ്യ കഴിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ബിരിയാണി പോലത്തെ കാര്യങ്ങൾ കഴിക്കുന്നവരുണ്ട്. ചില നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഏതെങ്കിലും ഒരു ഓണത്തിന് ചിലപ്പോൾ നോൺ വെജ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ കഴിക്കുന്നവരുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ നിങ്ങളുടെ മീൽസ് നിങ്ങൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക. അതിനുള്ള ഗ്രോസറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് വെക്കുക. കറക്റ്റ് ആയിട്ട് ഒരു എന്താ പറയുക ഒരു പ്ലാൻ ഉണ്ടാവണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇതായിരിക്കണം, ലഞ്ചിന് ഇതാണ്, ഡിന്നറിന് ഇതാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് സദ്യ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ സദ്യ തന്നെ രാത്രിയും കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഡയറ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓണത്തിന് മുമ്പേ തന്നെ നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതുപോലെ തന്നെ സദ്യ എല്ലാം അടക്കം നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആക്ടിവിറ്റി ലെവലാണ്. നമ്മൾ ഈ ഒരു 4 ഡേയ്സ് പോട്ടെ, ആദ്യത്തെ 2 ദിവസങ്ങൾ നമ്മൾ നല്ലപോലെ കലോറി ഇൻടേക്ക് ചെയ്യുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ടിപ്പിക്കൽ ഓണം സദ്യ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് ഏകദേശം ഒരു 800 കലോറി മുതൽ 1200 കലോറി വരെ ഉണ്ടാവും. നിങ്ങൾ ഡയറ്റ് ശീലമാക്കിയവർക്ക് അറിയായിരിക്കും നമ്മൾ ഏകദേശം ഒരു 1200 to 1500 കലോറീസ് ആണ് ഒരു ദിവസം പെർ ഡേ നമ്മൾ കഴിക്കേണ്ടി വരുന്നത്. നമ്മൾ ഡയറ്റ് നോക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒറ്റ മീലിന് തന്നെ ഏകദേശം ഒരു 800 to 1200 കലോറി വരുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള സദ്യയും. ഒരു ടിപ്പിക്കൽ ഓണം സദ്യ എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഈ ഒരു സദ്യ കഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യല്ല, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നർ ഉണ്ട്, ചിലപ്പോൾ ഇടനേരത്തുള്ള സ്നാക്സും ഒക്കെ കൂടിയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 1800 കലോറി മുതൽ ഒരു 2500 കലോറി വരെ നമ്മൾ ഒരു ദിവസം പെർ ഡേ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഈ കുക്കിങ്ങോ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നവർ നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കും, നല്ലപോലെ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും എക്സ്ട്രാ നിങ്ങൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു എന്താ പറയുക ഒരു 10 minutes അല്ലെങ്കിൽ 20 minutes ഒന്ന് സ്പീഡ് വാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ചെറിയ ഓണം പരിപാടികളൊക്കെ, അതായത് കുറച്ച് ആക്ടിവിറ്റി ലെവലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കുക. നമ്മളിങ്ങനെ മ്യൂസിക്കൽ ചെയർ പോലത്തെ സംഭവങ്ങളും പിന്നെ ലെമൺ ഇൻ ദ സ്പൂൺ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല, കോളേജിലും സ്കൂളുകളിലൊക്കെ ഉണ്ടാവും.
ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓഫീസുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചുമ്മാ കണ്ടിരിക്കാതെ അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഇറങ്ങി നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ എക്സ്ട്രാ കലോറീസ് ബേൺ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് ഓണം ഡേയ്സിൽ നിങ്ങൾ മാക്സിമം ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കലോറീസ് നമ്മൾ കഴിക്കുന്ന ആ കലോറീസ് കുറച്ച് നിങ്ങൾക്ക് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഈ ഒരു സമയത്ത് പലരും തിരക്കുകൾ കാരണം വെള്ളം കുടിക്കുന്നത് വളരെയധികം കുറവായിരിക്കും. പക്ഷെ നമ്മൾ അതായത് ഈ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് റുട്ടീൻ ആയിക്കോട്ടെ, നിങ്ങൾ ഈവൻ ഡയറ്റ് ഒന്നും ഒരു തരത്തിലുള്ള ഡയറ്റ് നോക്കാതെ നിങ്ങൾ എല്ലാ തരത്തിലും സെലിബ്രേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ പോലും വെള്ളം കുടിക്കുന്ന കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ഓർക്കുക. ഈ ഒരു സെലിബ്രേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം എത്രയോ പേര് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സും വർക്കിംഗ് ലേഡീസും അവർ ആ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ വെള്ളം കുടിക്കില്ല, പ്രോപ്പറായിട്ട് യൂറിൻ പാസ് ചെയ്യില്ല, അങ്ങനത്തെ ഒക്കെ പ്രോബ്ലം ആയിട്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നവരുണ്ട്. ഈ സെലിബ്രേഷൻ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഫുഡുകൾ കഴിക്കുന്നുണ്ട്. സദ്യ അല്ലാതെ തന്നെ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ എക്സ്ട്രാ കലോറീസും അതുപോലെ തന്നെ ടോക്സിൻസും ഒക്കെ ബിൽഡപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ സ്കിന്നൊക്കെ മോശമാവുന്ന ഒരു ടൈമാണ് ഈ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞ് ആ ഒരു സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കുകയാണ്, നമ്മൾ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഈ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് യൂറിൻ ഒന്നും പിടിച്ചു വെക്കാതെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഇതൊക്കെ നമ്മൾ ഒരു ബോഡിയുടെ ഒരു ക്ലെൻസിങ് മെക്കാനിസം ആണ്. അത് നിങ്ങൾ തടഞ്ഞു വെക്കാതിരിക്കുക. നല്ലപോലെ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ വേർക്കും, ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കാതിരിക്കുക. ഓർമ്മിച്ച് നിങ്ങൾ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം നമ്മൾ മറന്നേ പോകും. പക്ഷെ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. വാട്ടർ കുടിക്കാൻ വേണ്ടി റിമൈൻഡ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിലും ഓരോ മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഓരോ ഗ്ലാസ്, മിനിമം ഒരു 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ ഈ ഒരു 3 ടിപ്പുകളാണ് നിങ്ങൾ ഈ ഒരു ഓണം സെലിബ്രേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. അപ്പൊ ആ ഒരു 3 ടിപ്പുകൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് പാലിക്കാൻ വേണ്ടി നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഓണം ഡയറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡേ 1 എന്ന് പറയുമ്പോൾ നമ്മൾ 14-ാം തീയതിയാണ് വരുന്നത്, ഉത്രാടം ദിവസം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് അത് നമ്മൾ ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമ്മൾ കുറച്ച് ലോ കലോറി ആയിട്ട് സെറ്റ് ചെയ്ത് സദ്യ നമ്മൾ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്സ് ബനാന സ്മൂത്തി കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതിപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഞാൻ പറഞ്ഞത്. ഓട്സ് ബനാന സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ വീട്ടിൽ എന്താണോ അന്നത്തെ ദിവസം പ്രിപ്പയർ ചെയ്യുന്നത്, ചിലപ്പോൾ പുട്ടായിരിക്കാം, ഇഡ്ഡലി ആയിരിക്കാം, ദോശയായിരിക്കാം, അതൊക്കെ മാക്സിമം ദോശയാണെങ്കിൽ 2 എണ്ണം വെച്ച് കഴിക്കുക, ഇഡ്ഡലി ആണെങ്കിൽ 2 എണ്ണം വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ പുട്ടാണെങ്കിൽ ഒരു പീസ് പുട്ട് മാത്രം എടുക്കുക. ഒരുപാട് കറി നിങ്ങൾക്ക് അന്നത്തെ ദിവസം കഴിക്കാം. അതായത് ഇപ്പം കടലയും ചെറുപയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓട്സ് ബനാന സ്മൂത്തി ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ആ സ്മൂത്തി നിങ്ങൾക്ക് ഒരു 250 ml വരെ കഴിക്കാവുന്നതാണ്. ഈ കഴിയുന്നതും നിങ്ങൾ ഇടനേരത്തുള്ള ആ സ്നാക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ, നമ്മളിപ്പോൾ ചായ ഒക്കെ തിളപ്പിച്ച് കുടിക്കുന്ന അത്രയും ചൂടായിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതായത് ഒരു 1 o'clock, ഒരു 12:30 to 2 PM നിങ്ങൾക്ക് ഓണം സദ്യ കഴിക്കാം. അത് എങ്ങനെയാണ് അതിന്റെ പോർഷൻസും കാര്യങ്ങളൊക്കെ വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ജസ്റ്റ് ഞാൻ ഡയറ്റ് പ്ലാൻ ആദ്യം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. അപ്പം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഓണം സദ്യ കഴിക്കാം. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ സ്നാക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീ കുടിക്കാം, ഒരു ലെമൺ ടീയോ ജിഞ്ചർ ടീയോ അതുപോലെ എന്തെങ്കിലും ഹെർബൽ ടീസ് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി നോക്കാം. കഴിയുന്നതും നമ്മളെ നോർമൽ ടീ, പാല് വെച്ചിട്ടുള്ള ടീ ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ പായസമൊക്കെ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ അത് എക്സ്ട്രാ പാല് അല്ലെങ്കിൽ എക്സ്ട്രാ ഡയറി പ്രൊഡക്ട്സ് നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ കഴിയുന്ന ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി, പിന്നെ എന്തെങ്കിലും ഹെർബൽ ടീസിൽ നിങ്ങൾ ഒതുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നൈറ്റ് കഴിയുന്നതും ഒരു 7:30 മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡിന്നർ എടുക്കാം. അത് നിങ്ങൾക്ക് സ്റ്റീം ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും കഴിക്കാം. അതിൽ കുറച്ച് സോൾട്ടും പെപ്പറും ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മസാലാസ്, ചാറ്റ് മസാലാസ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലഡ് പോലെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അതിന്റെ കൂടെ തന്നെ 2 egg whites കൂടെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ ഡേ 1 മീൽ പ്ലാൻ വരുന്നത്. ഡേ 2 പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും സ്മൂത്തി വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓട്സ് ആപ്പിൾ സ്മൂത്തി നിങ്ങൾക്ക് കഴിക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുട്ട്, ഇടിയപ്പം അങ്ങനത്തെ എന്ത് സംഭവമാണെങ്കിലും ഓരോ കഷ്ണം അല്ലെങ്കിൽ 2 പീസസ് വെച്ചിട്ട് നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനി ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും അന്ന് തിരുവോണം ദിവസമാണ്, ഓണസദ്യ എന്തായാലും നമ്മൾ കഴിക്കും. ഓണസദ്യയും പായസവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. മിഡ് മോർണിംഗ് സ്നാക്കും ഈവനിങ് സ്നാക്കും നിങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഹെർബൽ ടീസോ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറോ ആ സമയത്ത് കുടിക്കാവുന്നതാണ്. ഇനി നമ്മൾ
ഡിന്നറിലോട്ട് പോവുകയാണെങ്കിൽ ഒരു 7:30ക്ക് മുന്നേ ആയിട്ട് ഒരു ഗ്ലാസ് ഒരു 250 ml റാഗി പോറിച്ച് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി ഡേ 3 പോവുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോഹ, അതായത് അവൽ ഉപ്മാവ് നമുക്ക് കഴിക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ വരെ നമുക്ക് കഴിക്കാം. ഇനി ഇടനേരത്തെ സ്നാക്കായിട്ട് നമുക്ക് അന്നത്തെ ദിവസം ഒരു സ്മോൾ ബനാന കഴിക്കാം. അത് നിങ്ങൾക്ക് എന്താ പറയുക, നേന്ത്രപ്പഴം കഴിക്കാം, അല്ലെങ്കിൽ റോബസ്റ്റ ബനാനയോ കുഞ്ഞിപ്പഴമോ ഏത് വേണമെങ്കിലും കഴിക്കാം. ഇനി ലഞ്ചിലോട്ട് വരികയാണെങ്കിൽ പലരും ആക്ച്വലി നമ്മൾ ഈ 2 ദിവസത്തെ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള സദ്യയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ലെഫ്റ്റ് ഓവർ ഫുഡ് ഒരുപാട് ചിലപ്പോൾ ബാക്കി ഉണ്ടാവും. പുളി ഇഞ്ചി, അച്ചാറ്, അല്ലെങ്കിൽ അവിയൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായി എന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ കൂട്ടി ഒരു മിനി സദ്യ ആയിരിക്കും പലരും ഈ ഒരു 3-ാമത്തെ ദിവസം കഴിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ കഴിക്കുന്നവർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ റൈസ് കഴിക്കാം. അതിന്റെ കൂടെ സാമ്പാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറിയും, അതിന്റെ കൂടെ തന്നെ ഒരു ബൗള്, ഒരു എന്താ പറയുക, ഒരു 150 ഗ്രാംസ് അല്ലെങ്കിൽ ഒരു 6 to 7 ടേബിൾ സ്പൂൺ സാലഡും കൂടെ കഴിക്കാവുന്നതാണ്. ഇനി അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ടീ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ ടീസ് ആണെങ്കിൽ അത് കുടിക്കാം. അതിന്റെ കൂടെ ഒരു പിടി നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഒരു പിടി അന്ന് ഡിന്നർ ആയിട്ട് നമുക്ക് വെജിറ്റബിൾ സാലഡ് കഴിക്കാം. അതിനകത്ത് സ്പ്രൗട്ട്സോ അല്ലെങ്കിൽ എന്താ പറയുക ചന കടലയോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിന്റെ കൂടെ തന്നെ 2 എഗ് വൈറ്റ്സും കൂടെ നിങ്ങൾ കഴിക്കാം. ഇനി ഡേ 4 വരികയാണെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു മിനി സദ്യയും നോർമൽ സദ്യയും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇരിക്കുന്ന 4-ാമത്തെ ദിവസമാണ്. അന്ന് നമുക്ക് കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പം ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ആവാനുള്ള യാതൊരു ചാൻസസും ഇല്ല. അഥവാ നിങ്ങൾ ഒരു 1 kg or 2 kg കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള ഒരു ഡീടോക്സ് പ്ലാൻ ആണ് നമ്മൾ 4-ാമത്തെ ദിവസം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഡേ 4 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബനാന മിൽക്ക് സ്മൂത്തി കഴിക്കാം. ഇതിനകത്ത് ഓട്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബനാനയും മിൽക്കും കൂടെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. മധുരത്തിന് വേണമെങ്കിൽ ഒന്നിൽ ഹണി അല്ലെങ്കിൽ ഡേറ്റ്സ്, ഒരു 2 to 3 ഡേറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ആ സ്മൂത്തി കഴിക്കുന്നത്. അതൊരു 250 ml നമുക്ക് കഴിക്കാം. ഇനി ഇടനേരത്ത് നമുക്ക് ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് കുടിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ കുടിക്കാം. ഇത് രണ്ടും ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ കുടിക്കാം. ഇനി ലഞ്ചിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ 3 ഓപ്ഷൻസ് തരുന്നുണ്ട്. ഒന്നുകിൽ സൂപ്പ് നമുക്ക് കഴിക്കാം. അത് വെജിറ്റബിൾ സൂപ്പ് ആവാം, ചിക്കൻ സൂപ്പ് ആവാം, അല്ലെങ്കിൽ വെജിറ്റബിൾ സാലഡ് ആവാം. അതല്ലെങ്കിൽ നമുക്ക് എഗ് ഓംലെറ്റ് കഴിക്കാം. 2 എഗ് വെച്ചിട്ടുള്ള എഗ് ഓംലെറ്റ്, നമുക്ക് എന്താ പറയുക ഓനിയനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഓംലെറ്റ് തന്നെ, 2 എഗ് വെച്ചിട്ടുള്ള ഓംലെറ്റ് നമുക്ക് ലഞ്ചായിട്ട് കഴിക്കാം. ഇനി വൈകുന്നേരത്തെ സ്നാക്ക് ആയിട്ട് ഒരു ഗ്ലാസ് എന്തെങ്കിലും ഒരു ഹെർബൽ ടീ നമുക്ക് കുടിക്കാം. ജിഞ്ചർ ടീ അല്ലെങ്കിൽ ലെമൺ ടീ, അതുപോലത്തെ കാര്യങ്ങൾ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇനി ഡിന്നർ ആയിട്ട് നമുക്ക് ഓട്ട് മീൽ കഴിക്കാം. ഓട്സ് പലരും മിൽക്കിൽ എന്താ പറയുക ബോയിൽ ചെയ്ത് എടുക്കുന്നവരുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം മിൽക്ക് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന്റെ കൂടെ എന്തെങ്കിലും നമ്മൾ തോരനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു 4 days ഡയറ്റ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ഒന്നും തന്നെ സാക്രിഫൈസ് ചെയ്യുന്നില്ല. ഓണസദ്യ, പ്രത്യേകിച്ച് നമുക്ക് ഓണസദ്യയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഓണസദ്യ നമ്മൾ ഇതിനകത്ത് സാക്രിഫൈസ് ചെയ്യുന്നില്ല. പക്ഷെ അതിന് പകരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധ വെക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളൊരു ടിപ്പിക്കൽ ഓണസദ്യ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു 800 to 1200 കലോറീസ് വരെ ഉണ്ടാവും. പക്ഷെ ആ ഒരു സെയിം ഓണസദ്യ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുക ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീലാണ്. അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, അങ്ങനെ എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ടിപ്പിക്കൽ ഓണസദ്യ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പോർഷൻ സൈസസ് നമ്മൾ പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് വലിയൊരു മീലായിട്ട് അല്ലെങ്കിൽ വലിയൊരു കലോറി ഇൻടേക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു സദ്യ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാന്ന് ഇനി ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓണം സദ്യയിൽ എന്തൊക്കെ വിഭവങ്ങൾ എത്രയൊക്കെ പോർഷൻസ് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ റൈസ് കഴിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 1 കപ്പ് കുക്ക്ഡ് റൈസ് മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. മാക്സിമം വരുന്നത് ഒരു 6 ടേബിൾ സ്പൂൺ ആയിരിക്കും. ഇനി തുടക്കത്തിൽ തന്നെ പരിപ്പ് കൂട്ടി ചോറ് കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ ആ സമയത്താണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സാമ്പാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് കപ്പ് കഴിക്കാം. അപ്പൊ ഇതൊക്കെ ഹാഫ് കപ്പ് വരാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പം എല്ലാം ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ സാമ്പാർ ആണെങ്കിൽ നിങ്ങൾ വെജീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു ഹാഫ് കപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഇനി അവിയലാണെങ്കിൽ ഹാഫ് കപ്പ് എടുക്കാം. തോരൻ, എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാവും, ഒന്നുകിൽ ബീട്രൂട്ട് തോരൻ അല്ലെങ്കിൽ ക്യാബേജ് തോരനായിരിക്കും കോമൺ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള എന്ത് തോരനാണെങ്കിലും അത് നിങ്ങൾക്ക് ഹാഫ് കപ്പ് എടുക്കാം. ഇനി ഓലൻ എന്ന് പറയുമ്പോൾ നമ്മൾ വൻപയറും പിന്നെ വെള്ളരിക്കും കൂടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പൊ അത് എല്ലാ നാടുകളിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിവിടെയൊക്കെ ഓലൻ കഴിക്കാറുണ്ട്. അപ്പൊ ഓലൻ ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ഓലനാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്നത്. പിന്നെ എരിശ്ശേരി ഉണ്ടെങ്കിൽ 1/4 കപ്പ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ പച്ചടി, കിച്ചടി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യെല്ലോ കളറായിട്ടുള്ളതും വൈറ്റ് കളറായിട്ടുള്ളതും ഒക്കെ അതിനകത്ത് നമ്മൾ കേടും കോക്കനട്ടും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ദിവസം കേട് കൂടാതെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരുപാട് ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പൊ പച്ചടി, കിച്ചടി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1/4 കപ്പാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാവുന്നത്. ഇനി അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അച്ചാറൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 1 to 2 പീസസ് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് എടുക്കാതിരിക്കുക. കാരണം അതൊക്കെ ഒരുപാട് സോൾട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അച്ചാറൊക്കെ വളരെ കുറച്ച് മാത്രം നിങ്ങൾ എടുക്കുക. പപ്പടം ആണെങ്കിലും മാക്സിമം ഒരു 1 പീസ് മാത്രം എടുക്കുക. നമ്മൾ സദ്യക്ക് പപ്പടം, അത് കഴിഞ്ഞ് പായസത്തിന്റെ കൂടെ പപ്പടം, അങ്ങനെയൊക്കെ പല രീതിയിൽ 2, 3, 4 പപ്പടമൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന വിഭവങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കാം. പക്ഷെ നമ്മളത് കറക്റ്റ് ഒരു എന്താ പറയുക പോർഷനിൽ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇതേപോലെ തന്നെ നമ്മൾ ആസ്വദിച്ച് സദ്യ കഴിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ പോർഷൻ കൂട്ടി കൂട്ടി നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലം നമുക്ക് ഓണം സന്തോഷത്തോടെ ഹെൽത്തി ആയിട്ട് ഉണ്ണണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ പോർഷൻ സൈസസ് നോക്കിയേ പറ്റുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു ബനാന കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം ഒരു ചെറിയൊരു ബനാന മാത്രം കഴിക്കുക. 1, 2, 3 ഒക്കെ എടുത്ത് കഴിക്കാതിരിക്കുക. പിന്നെ പായസമാണെങ്കിൽ ഒരു ചെറിയൊരു കപ്പിനകത്ത് ഒരു മാക്സിമം ഒരു 6 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ മാത്രം നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. കാരണം ഈ സെയിം പായസം തന്നെ ചിലപ്പോൾ നിങ്ങൾ രാത്രിയും കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇതുപോലെയുള്ള സ്വീറ്റ് ആയിട്ടുള്ള ട്രീറ്റുകളിലൊക്കെ ഇൻഡൾജ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഒരു സദ്യ മീലൊക്കെ കഴിക്കുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പറയും ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. അത് സത്യമാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സെലിബ്രേഷൻസ് ആണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ വേറൊന്ന് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. ഒന്നെങ്കിലും ഒരു കല്യാണം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് വീക്കെൻഡ് സെലിബ്രേഷൻസ് ഉണ്ടാവും, ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗെദർ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല നമുക്കിപ്പോൾ. പണ്ടുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഓണം അല്ലെങ്കിൽ വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയൊരു ആഘോഷമായിരുന്നു. ആ സമയത്താണ് അവർ പുതിയ ഡ്രസ്സുകൾ വാങ്ങുക, ആ സമയത്താണ് അവർ പുതിയ പുതിയ ഫുഡുകൾ ഉണ്ടാക്കുക, റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലുള്ള ദിവസങ്ങളിലൊക്കെ അവർ എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷൻ വളരെ ലക്കി ആയിട്ടുള്ള ജനറേഷനാണ്. നമ്മുടെ കുട്ടികളാണെങ്കിലും വളരെ ലക്കിയാണ്. അവർക്ക് എല്ലാ ദിവസവും സെലിബ്രേഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മുടെ ഹെൽത്തിലും കൂടെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ നോക്കുക. ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിലും അല്ല ഒന്നിലും അല്ല, പക്ഷെ അതേസമയം നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ആവുകയില്ല. അഥവാ നിങ്ങൾ 1, 2 കിലോ വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ 4ാമത്തെ ദിവസത്തെ ഡയറ്റ് ഒന്ന് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ ആ കൂടിയ വെയിറ്റ് ഒക്കെ തന്നെ അതൊരു വാട്ടർ റിട്ടൻഷൻ ആയിരിക്കാം. അപ്പൊ അതൊക്കെ തന്നെ നിങ്ങൾക്ക് റിഡ്യൂസ് ചെയ്ത് നിങ്ങളെ പഴയ പോലെ ഇപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വെയിറ്റ്, ഓണത്തിന് മുന്നേ നിങ്ങളുടെ വെയിറ്റ് എന്താണോ ആ വെയിറ്റിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ടിപ്സ് ഒക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ്, ഓണത്തിന് മുമ്പേ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വെയിറ്റ് എത്രയാണെന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓണം ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് ഓണം ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.